ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ നോർമൽ സൈസുള്ള ഒരു ആള് ഹെവി ചെസ്റ്റ് സൈസുള്ള ഒരാൾക്ക് എങ്ങനെ ചുരിദാർ തയ്ക്കാമെന്ന് നോക്കാൻ പോകുന്നത്. അവരുടെ ശരീരമല്ല നോർമൽ, സാധാരണ നമ്മളുടെ ചെസ്റ്റ് സൈസ് മാത്രം ഹെവി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഷേപ്പിൽ ഒരു ചുരിദാർ തയ്ച്ചെടുക്കാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ചുരിദാറിൻ്റെ കട്ടിങ്ങിലോട്ട് പോകാമേ. ആദ്യം നമുക്ക് ലൈനിങ്ങിൻ്റെ ഈ താഴെയുള്ള പാർട്ട് കട്ട് ചെയ്ത് കളയാം. നമുക്ക് 44 ഇഞ്ച് ഹൈറ്റാണ് വേണ്ടത്. അപ്പം ഒരു 2 ഇഞ്ച് ഹൈറ്റ് നമ്മൾ കുറച്ചിട്ട് 42 ഇഞ്ച് വെച്ചാൽ മതിയേ. അല്ലെങ്കിൽ തുണി കഴുകി കഴിയുമ്പോൾ ചില തുണി താഴോട്ട് തൂങ്ങും. അതായത് പ്യൂർ കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ ചുരുങ്ങി ചെറുതാകും. മിക്സിങ് തുണിയാണെങ്കിൽ, പോളിസ്റ്റർ മിക്സിങ് ഉള്ള മുക്കാലും വരുന്നത്, അങ്ങനെയുള്ള തുണികളാണെങ്കിൽ ഇത് കഴുകി കഴിയുമ്പോൾ താഴോട്ട് തൂങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ 2 ഇഞ്ച് എപ്പോഴും കുറച്ചായിരിക്കണം വെക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പം 42 ഇഞ്ച് ഹൈറ്റ് നമ്മളെടുത്തു. ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ ലൈൻ കൊടുക്കാമേ. ഷോൾഡറിന് എപ്പോഴും പോലെ നമ്മൾ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് ഷോൾഡർ വേണ്ടുന്നത്, ഷോൾഡർ നമ്മൾ 7 ഇഞ്ചാണ് ഇവരുടെ ഷോൾഡർ വെക്കുന്നത്. 7 ഇഞ്ച് തന്നെ നമ്മൾ താഴോട്ട് കൈക്കുഴിയുടെ ഇറക്കവും വെക്കുവാണ്. കൈക്കുഴിയുടെ ഇറക്കം അതാണ് 7 ഇഞ്ച്. ബ്രസ്റ്റ് റൗണ്ട് അല്ല, ഞാൻ ബ്രസ്റ്റ് റൗണ്ടാണ് എടുക്കുന്നത്. ബ്രസ്റ്റ് റൗണ്ട് ഇവർക്ക് 41 ഇഞ്ചാണ്. 41 ഇഞ്ച് ഇതിലോട്ട് എഴുതാമേ. 41 ഇഞ്ച്. അപ്പം നമുക്കിപ്പോൾ ഇവർക്ക് കൂടെ 4 ഇഞ്ചും കൂടെ ചേർക്കണം. അപ്പം 45 ഡിവൈഡഡ് ബൈ 4 ആണ് ഇവരുടെ ചെസ്റ്റ് റൗണ്ട് നമ്മൾ എടുക്കേണ്ടത്. ലൈനിങ് ആകുമ്പോൾ 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. പക്ഷേങ്കിൽ ഇതിൽ ഞാൻ 1 ഇഞ്ച് കൂടുതൽ എടുക്കുന്നില്ല. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമേ. ഇത് കഴിഞ്ഞിട്ട് അതിലോട്ടാണ് വരുന്നത്. 45 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 11 4 44 അല്ലേ? 11.4 ഇവരുടെ ചെസ്റ്റ് റൗണ്ട് നമ്മൾ എടുക്കുന്നത്. ഇവരുടെ ബസ്റ്റ് ചുറ്റളവ് 41 ഇഞ്ച്. കൂടെ നമ്മൾ 4 ഇഞ്ച് കൂടെ ആഡ് ചെയ്താൽ 45 ആകും. ആ 45നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇവരുടെ അപ്പർ ചെസ്റ്റ്, അതായത് ഈ കൈക്കുഴിയുടെ ഇവിടെ വരുന്ന അളവ്. സാധാരണഗതിയിൽ ഇത് ലൈനിങ് ആണെങ്കിൽ ഇനി 4 ഇഞ്ച് കൂടെ ചേർത്ത് വെക്കേണ്ടതാണ്. നമ്മൾ ഇതിലത് വെക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പുറകെ പറയാം. എന്നിട്ട് ഇവർക്ക് വേസ്റ്റിൻ്റെ ഇറക്കം എടുക്കണം. വേസ്റ്റ് ഇറക്കം 16 ഇഞ്ചാണ്. 16.5 ഇഞ്ചാണ് ഇവരുടെ വേസ്റ്റിൻ്റെ ഇറക്കം, അതായത് ഇടവണ്ണം 16.5 ഇഞ്ച്. അപ്പോൾ ആ 16.5 ഇഞ്ചിൽ ഇവരുടെ ഇടവണ്ണത്തിൻ്റെ ചുറ്റളവ് അത് വന്ന് 35.5 ഇഞ്ചാണ്. 35.5 പ്ലസ് 3 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടണം. അപ്പം 38.5. ലൈനിങ് ആയതുകൊണ്ട് ഞാനൊരു 39 എടുക്കുക. 39 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 9.25 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. 9.25, അതായത് 39 ഡിവൈഡഡ് ബൈ 4. അടുത്തത് ഇവരുടെ സീറ്റ് ഹൈറ്റാണ് നമ്മൾ എടുക്കുന്നത്. സീറ്റ് വന്ന് ഇവർക്ക് 23 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. 23. സീറ്റ് ചുറ്റളവ് ഇവർക്ക് 41 ഇഞ്ചാണ് ഇവരുടെ സീറ്റ് ചുറ്റളവ്. 41 സീറ്റ് ചുറ്റളവ് പ്ലസ് 2 ഇഞ്ച്, അപ്പം 43. 43 ഡിവൈഡഡ് ബൈ 4 10.25 ഇവരുടെ സീറ്റ് ചുറ്റളവ്. 10.25. നമ്മളിവിടെ അവർക്ക് ഈ 10.25 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 11.25 താഴെ. ഈ ഏരിയയ്ക്ക് പറയുന്ന പേര് ടവർ എന്നാണ്. ഇത് വന്ന് സ്ലിറ്റിൻ്റെ കട്ട് വരുന്ന സ്ഥലം, സ്ലിറ്റ്. എന്നിട്ട് നമ്മളിപ്പം ഇതിനെല്ലാം ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണം.
ഇതിനെ ഞാനിപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുവാണേ. ഇവർക്ക് ഇപ്പം ഇവരുടെ കപ്പ് സൈസ് വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഇവർക്ക് തികയത്തില്ല. ഇവരുടെ ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് വരുന്നത് 12 ഇഞ്ചിലാണേ. അതുപോലെ 16 ഇഞ്ച് വരെ ഇവർക്ക് ഇറക്കവുമുണ്ട്. അപ്പോൾ ഞാൻ ഈ 12 ഇഞ്ചിൻ്റെ നേരെ ഒരു മാർക്ക് കൊടുക്കുക. ഇത് അവർക്ക് തികയില്ല. അത് കാരണം നമ്മൾ എന്താ ചെയ്യും, ഇവിടുന്ന് ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടുന്ന് പതിയെ ഇത് വെച്ചെടുത്താലും മതി. ഇവിടുന്ന് പതിയെ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ വരയ്ക്കുക. അപ്പം അവർക്ക് ഇത്രയും സ്ഥലം ഇവിടെ എക്സ്ട്രാ കിട്ടും. രണ്ട് സൈഡും കൂടെ വരുമ്പോൾ അര 1 ഇഞ്ച് എക്സ്ട്രാ ഈ ഭാഗത്ത് അവർക്ക് കിട്ടും. മനസ്സിലായോ? പക്ഷേ ഇത് ബാക്കിൽ വരുമ്പോൾ ഇത് നമ്മൾ കുറയ്ക്കണം. ബാക്കിൽ വരുമ്പോൾ നമ്മൾ ഈ ഇതിലാണ് കട്ട് ചെയ്യുന്നതായിട്ടിട്ടാലും തയ്ക്കേണ്ടുന്ന ലൈന്, ബാക്കിലെ ലൈൻ ഇതായിരിക്കണം. മനസ്സിലായോ? ഇവിടുന്ന് നമുക്ക് കയറി വരുന്ന കാരണം, ഇവിടുന്ന് നമുക്കിങ്ങനെ ഇറങ്ങി വരുന്ന കാരണം ഇവിടെ മുതൽ നമുക്ക് ടക്കൊന്നും പിടിക്കാൻ പറ്റത്തില്ല, മേളിലായിപ്പോൾ. അപ്പോൾ നമുക്ക് ബാക്കിൽ തയ്ക്കുമ്പം ഇത് തള്ളി വിട്ടിട്ട് നമ്മൾ ഈ ബാക്കിലെ മാർക്ക് ഇവിടെ കൊടുത്ത് ഇതിനനുസരിച്ച് വേണം നമുക്ക് തയ്ക്കാൻ. ഇനി നമുക്ക് ഇവിടെ ആം ഹോൾ എടുക്കാം. ആം ഹോൾ എടുക്കാനായിട്ട് ഇവർക്കിപ്പോൾ 17 ഇഞ്ചാണ് വേണ്ടുന്നത്. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് കൊടുക്കുക, ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് കൊടുത്ത് യോജിപ്പിക്കുമ്പോൾ എത്ര വരുന്നത് നോക്കാം. 17.5 വരും. 17 ചുരിദാറിനായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ലൂസായിട്ട് കിടന്നാലും കുഴപ്പമില്ല ആം ഹോള്. അപ്പോൾ നമുക്കിത് വെട്ടിയിട്ട് ബാക്കിൽ എങ്ങനെ മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടുന്ന് താഴെ നിന്ന് 1 ഇഞ്ച് വെട്ടിയാൽ മതിയേ. ഇത് ഞാൻ മാർക്ക് ചെയ്യാൻ മറന്നുപോയി. 1 ഇഞ്ച് തുണി മതി താഴെ. മേളിലോട്ട് വരുമ്പോൾ നമ്മൾ 1.5 ഇഞ്ച് വേണമെങ്കിൽ ഇടാം സീം അലവൻസ്. അപ്പോൾ നമുക്ക് ബാക്കിൽ മാർക്ക് ചെയ്യണമല്ലോ. ബാക്കിൽ മാർക്ക് ചെയ്യാനായിട്ട് ഞാനൊരു വലിയ സൂചി എടുക്കുവാണേ. ബാക്കിലെ മാർക്ക് നമുക്ക് കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു വലിയ സൂചി എടുത്തിട്ട് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ഈ വരയില്ലേ, ആദ്യം എടുത്തിരിക്കുന്ന കറക്റ്റ് വര, ഇത് നമ്മൾ ഇറക്കിയെടുത്തതാണ്. ആ വരയിൽ നമ്മളിങ്ങനെ 2-3 കുത്തിടുക. എന്നിട്ട് ഇതിങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഈ കുത്ത് കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്, അതിൻ്റെ കിഴുത്ത കാണാം. ആ കിഴുത്തേ കൂടെ നമ്മളിങ്ങ് വരയ്ക്കുക. ഇങ്ങനെ വരച്ചെടുത്തു. ഈ നോച്ചൊക്കെ നമ്മൾ മറക്കാതെ ഇടണേ. ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ അതിന് എത്ര ഇടത്തിൽ നോച്ച് വേണം, എത്ര ഇടത്ത് നമ്മൾ വലിയ സൂചി കൊണ്ട് കുത്തണം, കിഴുത്ത ഉണ്ടാക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിൽ തന്നെ നമുക്കൊരു കണക്ക് കൂട്ടൽ വേണം. ഇപ്പോൾ നമ്മളുടെ ടോപ്പിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കൈ കട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ടൊരു കാര്യം, നമ്മളിതിൽ ക്യാൻവാസ് വെച്ചാണ് തയ്ക്കുന്നത്. ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് റെഡി അളവ് നെക്ക് എത്ര വേണോ അത്ര തന്നെ അത് തന്നെ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ വെട്ടണം. അല്ല തുണിയിലാണ് നമ്മൾ, അതേ ഈ തുണി ഡയറക്റ്റായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്യുവാണെങ്കിൽ 1/4 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്തുകൊണ്ട് നെക്ക് വെട്ടാൻ പാടുള്ളൂ. അത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് നമുക്ക് റെഡി അളവ് 1/4 ഇഞ്ച് മൈനസ് ചെയ്തെങ്കിലേ അത് നമുക്ക് റെഡി അളവായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക്
2 ലൈൻ കൊടുത്തു. ഇവിടുന്ന് ഒരു 2 ഇഞ്ച്, ഇവിടുന്ന് ഒരു 3.5 ഇഞ്ച്, ഇവിടുന്ന് 14 ഇഞ്ച്, 14.5 വെച്ചേക്കാമേ. തുണി ചുരുങ്ങിയെങ്കിൽ അതിന് പ്രശ്നമാകണ്ട. 14.5, ഇവിടെ 10.5, 5.15. ആം ഹോൾ ഇവർക്ക് നമ്മളതിൽ 17.5 എടുത്തിട്ടുണ്ട്. 17.5 അപ്പം 8.75. അപ്പോൾ 2 ഇവിടെ എടുത്തു, 6.75 ഇവിടെ. ഇതിലെല്ലാം കൂടെ നമുക്ക് യോജിപ്പിക്കാം. കൈയൊക്കെ ഞാൻ ഒത്തിരി വെട്ടി കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഡൗട്ട് ഉണ്ടാകത്തില്ലെന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഈ സ്ലീവ് കറക്റ്റായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ, ഞാൻ അതിനനുസരിച്ച് ഒരു വീഡിയോ ചെയ്യാം. അടുത്തത് ഇതേ കസ്റ്റമർക്ക് നമ്മളൊരു ബ്ലൗസും തയ്ക്കുന്നുണ്ട്. അപ്പം അത് അടുത്ത വീഡിയോയിൽ അത് ഞാൻ ഇടുന്നതായിരിക്കും. ബ്ലൗസ് ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുക, എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത്. ബ്ലൗസ് ഹെവി സൈസ് ബ്ലൗസിൽ ഫ്രണ്ട് കട്ടിങ് ഒത്തിരി വ്യത്യാസമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പം ഇത് എൻ്റെ ഒരു കസ്റ്റമറുടെ തുണി കിട്ടിയപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ ഞാനത് വെട്ടി കാണിക്കുന്നതായിരിക്കുമേ. ഇപ്പം നമുക്ക് ഇതിൻ്റെ നല്ല തുണി ഇതാ, ഇതിൽ കട്ട് ചെയ്ത് തയ്ക്കാം. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നില്ല, കാരണം ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നില്ല. കട്ടിങ്ങോടെ നിർത്തുവാണേ. ഇടയ്ക്കിടയ്ക്കില്ല സ്റ്റിച്ചിങ്, വലിയ താല്പര്യമില്ല ആൾക്കാർക്ക്, കട്ടിങ് കാണാനാണ് താല്പര്യം. അപ്പോൾ ഹെവി സൈസ് ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്ക് എങ്ങനെ ചുരിദാർ കട്ട് ചെയ്തതെന്ന് കണ്ടല്ലോ. കട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.